അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പേര് 2 ദിവസം ലൈവ് ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, പിന്നെ ഇത് എവിടുന്ന വാങ്ങി, എന്താണ് ഇതിൻ്റെ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇത് ഞാൻ വാങ്ങിയത് തമോ എന്നുള്ള ഒരു ഓൺലൈൻ ഇതിനാണ് വാങ്ങിയത്. വളരെ സൂപ്പർ സാധനം, നമ്മൾ വണ്ടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിനൊക്കെ പറ്റിയ സാധനമാണ് ഇത് ഇൻഷാ അല്ലാ. പിന്നെ ഇതിൽ കാര്യമായിട്ട് വരുന്നത് ഇവിടെ ഒന്ന് ചാർജർ പോർട്ടാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇവിടെ കമ്പ്യൂട്ടറിലൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഫോണിലേക്ക് കമ്പ്യൂട്ടറിൽ കൊടുക്കാനും OTG ഉപയോഗിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇത് പിന്നെ നമുക്ക് വായിച്ചു നോക്കിയാൽ മതി, ലൈവ് സ്ട്രീമിങ്ങിന് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഈ പുറത്തുനിന്നുള്ള മ്യൂസിക്കുകളുണ്ടല്ലോ, കരോക്കെ അങ്ങനെ കാര്യങ്ങൾ കൊടുക്കാനുള്ളത്. ഇത് ഹെഡ്സെറ്റ് ഉപയോഗിക്കാനുള്ളത് ഹെഡ്സെറ്റ്. അതുപോലെ തന്നെ ഇത് പിന്നെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ഹെഡ്സെറ്റ്, സ്പീക്കർ ഒക്കെ ഉപയോഗിക്കാനുള്ളത്. ഇത് മൈക്രോഫോണ് ഉപയോഗിക്കാനുള്ളത്, ഡൈനാമിക് മൈക്കിൻ്റെ മ്യൂസിക്കൽ ഇതിൽ പുറത്തുനിന്ന് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതേപോലെ 48 ഇത് എന്താ പറയുക, മൈക്ക്, വലിയ മൈക്കാണ്. ഇതിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള മൈക്കുണ്ടല്ലോ കൊടുക്കുന്നത്, XLR കൊടുക്കുന്നത്. അങ്ങനെ XLR ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പിന്നെ ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഉപയോഗം ബാറ്ററി ചാർജ് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റും, വണ്ടിയിലൊക്കെ കൊണ്ടെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്ക് കൊടുത്തില്ലേ XLR, അതിൻ്റെ പവർ ഓണാക്കാനും ഓഫാക്കാനും. ഇതിവിടെ ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ശബ്ദങ്ങൾ. ഇത് എഫക്റ്റ് നോവുകൾ. ഇൻഷാ അല്ലാ ഓരോന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുന്നു, പവർ ബട്ടൺ അമർത്തി പവർ ഓണാക്കുന്നു. ഒരു 3 സെക്കൻഡ് ഓണാക്കി പിടിച്ചാൽ പവർ ബട്ടൺ ആവും. ഞാൻ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ് വലിയ ഹെഡ്സെറ്റാണ്. അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വലിയ ഹെഡ്സെറ്റാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. പവർ ഞാൻ ഓണാക്കി. ഇനി ഞാൻ അതിലേക്കുള്ളൊരു കേബിൾ കൊടുക്കട്ടെ. അതിന് ഈ സാധനത്തിൻ്റെ കൂടെ, ഈ മിക്സറിൻ്റെ കൂടെ തന്നെ വരുന്ന കേബിൾ ഉണ്ട്, C ടൈപ്പ് ആണ്. ഞാൻ ഫോണിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ഈ ബട്ടൺ അമർത്തിയാൽ ഇതിപ്പോൾ ഒറിജിനൽ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നതിൻ്റെ, ശരിക്കുള്ള ഒറിജിനൽ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടിപൊളി സാധനം കേട്ടോ. ഒന്നും പറയല്ല, അല്ലെങ്കിൽ ഭയങ്കരതാണ്. ഇതിനൊക്കെ ഒരു പ്രവർത്തനം ആദ്യം ഇതിൻ്റെ പരിചയപ്പെടുത്തിയിട്ട് ഇതിൻ്റെ മറ്റുള്ള എഫക്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഒറിജിനൽ സൗണ്ട് ഇതിൽ എഴുതിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഒറിജിനൽ സൗണ്ട്. ഇത് അമർത്തുമ്പോൾ എന്ത് സംഭവിക്കാൻ നോക്കാം. ഇത് മൊത്തം സൗണ്ട് മാറുന്നുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി, അപ്പോൾ സൗണ്ട് മാറിയതുണ്ടല്ലോ. ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും, അപ്പോൾ അത് ഓണാന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ KTV, ഇതെന്താ നോക്കാം. ഒന്ന് അമർത്തുമ്പോൾ സൗണ്ട് വീണ്ടും മാറി. ഓക്കെ, ഇത് അമർത്തി നോക്കാം. അപ്പോൾ എന്തോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് എന്താണ്, ലീഡ് സിംഗറോ, എന്താ അമർത്തിയാൽ നോക്കുക. സിംഗും ഔട്ടോ, അപ്പോൾ സൗണ്ട് ഒന്നും മാറിയില്ലേ. ഇത് ഇലക്ട്രോണിക് മ്യൂസിക്. ഇപ്പം സൗണ്ട് മാറിയതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. സൗണ്ട് മാറിയത് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത് പുട്ട് ഇൻസൈറ്റ്. ഇത് റെക്കോർഡിങ്ങിന് എന്തോരം മ്യൂസിക് എനിക്ക് വന്നെന്താ മനസ്സിലായില്ല. ഇത് അതേപോലെ എനിക്കിതിനെ കുറിച്ച് ഫുള്ള് അറിയില്ല, പക്ഷെ ചോദിച്ചപ്പോൾ കാട്ടിത്തരാണ്. ഇത് നമ്മൾ അമർത്തിയാൽ ടിക്ടോക്ക് ഇങ്ങോട്ട് വരുന്ന സൗണ്ട് റിട്ടേൺ പോകാൻ ഒഴിവാക്കാനാണ് എനിക്കിത് മനസ്സിലായത്. ഇത് പിന്നെ നോയ്സ് ഒഴിവാക്കാനുള്ളത്. ഇത് മുഖത്തടിക്കുന്ന ശബ്ദം. ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, അതൊക്കെയാണ്. പിന്നെ ഇത് നമ്മൾ ട്രബിള് കൂട്ടാനും കുറക്കാനൊക്കെ നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഓക്കെ, അതൊരു ഹാഫ് ടച്ച്. ഇത് പിന്നെ
എന്താണ് മൈക്ക് മിഡ് റേഞ്ചോ അങ്ങനെ തോന്നുന്നു. ആ മിഡൊക്കെ ഉണ്ടല്ലോ, മിഡ് അത് നിങ്ങൾക്ക് മിഡ് മനസ്സിലാവണമെങ്കിൽ ഞാൻ പിന്നെ കാട്ടിത്തരാം. മിഡ് ആ വലിയ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം ഇൻഷാ അല്ലാഹ്. ഇത് മിഡിൻ്റെ ലെവല് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ളത്. ഇത് ബാസ് കൂട്ടാനും കുറക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഫുള്ളാക്കിയ ബാസ് അതിനനുസരിച്ചുണ്ടാവും. ഇത് റിവർബ്. ഇതിപ്പോൾ റിവർബിൽ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇത് റിവർബിൻ്റെത്. ഇത് മൈക്കിൻ്റെ ശബ്ദം കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള, മൈക്കിൻ്റെ ശബ്ദം കൂട്ടാനും കുറക്കാനുള്ള കൺട്രോളിങ്. ഇത് നമ്മൾ സംസാരിക്കുന്ന, അതിപ്പോൾ ഈ മൈക്ക് ശബ്ദത്തിൻ്റെ റെക്കോർഡ് ചെയ്യുമല്ലോ, ആ റെക്കോർഡിങ്ങിൻ്റെ ശബ്ദം കൂട്ടാനും ഇത് തിരിക്കുമ്പോൾ സൗണ്ട് കൂടുന്നൊക്കെ ഉണ്ടാവും, നമുക്ക് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇത് അതേപോലെ ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ ലൈവ് നമ്മുടെ ബുർദ മജ്ലിസ് ഹദ്ദാദൊക്കെ നടക്കുന്ന സമയത്ത് കൂടെ ചൊല്ലുന്ന ആൾക്കാരുണ്ടാവില്ല, ഒരു ശബ്ദം കൂട്ടാനും നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ തിരിക്കാം. അവരുടെ സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള നോവാണിത്. അതുപോലെ തന്നെ ഇത് നമുക്ക് കേൾക്കുന്ന ഹെഡ്സെറ്റിലേക്ക് കേൾക്കുന്ന സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസാണ് അത്. അപ്പോൾ പിന്നെ വേറൊന്ന് വോയിസ് ചേഞ്ചറാണിത്. ഇലക്ട്രോണിക്കിൻ്റെ ശബ്ദം ഒരു വിരലായിട്ട് നമ്മൾ കേൾക്കൂലേ, അങ്ങനെ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് സൗണ്ട് ഔട്ട് ടു മെയിൽ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഓണാകുന്ന സമയത്ത് അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, ഏതൊക്കെ ഓണായിക്കെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വോയിസ് ചേഞ്ചർ, ഇത് വോയിസ് ചേഞ്ചർ രസമുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം അമർത്തിയാൽ ഇതുപോലെ സൗണ്ട് ഒന്ന് ചേഞ്ച് ആവും, മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സൗണ്ട് ഒന്ന് ചേഞ്ച് ആവും. ഞാൻ സൂം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും വിചാരിക്കുന്നത്. വോയിസ് ചേഞ്ചർ ഒന്നും കൂടി പ്രസ് ചെയ്താൽ ആണുങ്ങളെ ശബ്ദം വരുന്നത്. പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ ലൈവ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇതിനു വേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യ ആഫിയത്ത് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത് ഒന്നും കൂടി അമർത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സൗണ്ട് ചേഞ്ച് ആയി. ഇപ്പൊ കുട്ടികളെ സൗണ്ട് ആയല്ലോ അല്ലേ, മനസ്സിലാക്കിണ്ടാവും. അമർത്തിയാല് സൗണ്ട് വീണ്ടും മാറും. ഇവിടെ നമ്മൾ ട്രബിളും ബാസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഒരു എഫക്റ്റ്. അത് അറിയാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എന്നൊക്കെ അറിയുമ്പോൾ നമ്മളതിനനുസരിച്ച് സൗണ്ട് ചെയ്താൽ മതി. പ്രിയമുള്ള സഹോദരിമാരെ, നമ്മളെ റെക്കോർഡൊക്കെ ചെയ്യാൻ അനൗൺസ്മെന്റ് സൗണ്ടൊക്കെ ഉണ്ടല്ലോ, അതിന് പറ്റുന്ന സൗണ്ടാണ്. വീണ്ടും അമർത്തിയാൽ ലേഡീസിൻ്റെ സൗണ്ടായിട്ട് നമുക്ക് കിട്ടും. എൻ്റെ സൗണ്ട് പിന്നെ പരമ്പിച്ച സൗണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. നല്ല വോയിസുള്ളവർക്ക് ലേഡീസ് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. വീണ്ടും അമർത്തി കഴിഞ്ഞാൽ അത് സൗണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, ദിവസവും നടക്കുന്ന നമ്മുടെ ഹദ്ദാദ് ഖതീബ്, ബുർദ, അസ്മാഉൽ ഹുസ്ന, അതുപോലെ പ്രയാസങ്ങൾ നീങ്ങാനുള്ള ദുആഉൽ കർബ്, അതുപോലെ തന്നെ രോഗങ്ങൾ ശിഫയാവാൻ സ്വലാത്തു തിബ്ബ്, സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന സ്വലാത്തു നാരിയ, അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ, അതുപോലെ മനസ്സിന് വല്ലാതെ സമാധാനം കിട്ടുന്ന അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മാഇ, അത്ഭുത, അങ്ങനെയുള്ള എല്ലാവിധ ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന മജ്‌ലിസ് എല്ലാ ദിവസവും രാത്രി മക്ക സമയം ഇശാഇന് ശേഷം ആരംഭിക്കുന്ന മജ്‌ലിസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഈ സൗണ്ട് മനസ്സിലായല്ലോ. ഇനി ഞാൻ സാധാ സൗണ്ടിലേക്ക് മാറ്റി, സാധാ സൗണ്ട്. ഇനി ഈ വലിയ മിക്സർ ഉപയോഗിക്കുമ്പോൾ എക്കോ എഫക്റ്റുകൾ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായി ഞാൻ ഇതിൻ്റെ പവർ ആദ്യം ഓണാക്കുകയാണ്. ഇതിൻ്റെ പവർ ഞാൻ ഓൺ ചെയ്തു. ഇത് നമ്മുടെ വയർലെസ് മൈക്കാണ്, വലിയ പരിപാടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വയർലെസ് മൈക്ക്. ഇനി ഞാൻ ഇത് കണക്ട് ചെയ്യാൻ കാണിച്ചു തരാം.